ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വെജിറ്റേറിയൻസിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് അമ്മ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ കറുത്ത കടല ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കടലക്കറിയാണിത് കേട്ടോ. കടല കെസ്സി എന്നാണ് ഈ കറിയുടെ ഓമന പേര്. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. ബട്ടൂറയുടെ കൂടെയും പൂരിയുടെയും ഒക്കെ കൂടെ ഒരു പെർഫെക്റ്റ് സൈഡ് ഡിഷാണിത്. വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കാണുക. അമ്മ കടല കെസ്സി തയ്യാറാക്കുന്ന വിധം കണ്ടിട്ട് മടങ്ങി വരാം. ഇതിപ്പോൾ 2 കപ്പ് കറുത്ത കടലയാണ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇതിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. കുക്കറടച്ച് ഒരു 3-4 വിസിൽ വേണ്ടി വരും. നന്നായിട്ട് കുക്കാക്കി എടുക്കണം. ഒരു 5 വിസിലെടുത്തു. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു കടലയുടെ തൊലി നമുക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു കെസ്സി തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒന്ന് തെന്നിച്ച് കളഞ്ഞാൽ മതിയാകും. വെന്ത കടലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊലി അങ്ങ് മാറിക്കിട്ടും. ഇതുപോലെ മുഴുവൻ കടലയും നമുക്ക് തൊലി മാറ്റിയെടുക്കണം. ഇത് തന്നെയാണ് ഈ ഒരു കടല കെസ്സിയുടെ പ്രത്യേകതയും സ്വാദും കേട്ടോ. മുഴുവൻ കടലയും തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് സമയമൊക്കെ എടുക്കുന്ന പരിപാടിയാണെങ്കിലും വർത്താണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളക്കടല ഉപയോഗിക്കാം. വെള്ളക്കടല വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായാൽ 2 സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴലാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു 2 പഴുത്ത തക്കാളി വളരെ ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ടൊമാറ്റോ ഒക്കെ വഴറ്റി നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ടൊമാറ്റോയും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ആ തൊലി മാറ്റിയെടുത്ത കടല ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 5 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള മല്ലിപ്പൊടിയും കൂടി അങ്ങ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടലയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ തിന്നായിട്ടുള്ള 2ാം പാലാണിത്, തേങ്ങാപ്പാൽ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഒരു 2-3 തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓണാക്കാം. ഇനി ഈ 2ാം പാലിൽ കിടന്ന് കടല ഒന്നും കൂടി വെന്ത് മസാലയൊക്കെ ഒന്നും കൂടി യോജിച്ച് വരണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ടൊമാറ്റോയുടെ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങി വരണം. ഒരു 10 മിനിറ്റ് ഇതുപോലെ കിടന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പം ടൊമാറ്റോയുടെ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിലേക്കാക്കി വെക്കണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. എല്ലാം കൂടി ഒന്നും കൂടി ചൂടായി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം നമുക്ക് ഓഫാക്കണം. ഇത്രയും മതി. നമ്മുടെ കടല കെസ്സി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2ാം പാല് ചേർത്ത ശേഷം കുറച്ചും കൂടി ഗ്രേവി വറ്റിച്ച ശേഷം 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതിപ്പോൾ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകും. ഇതിപ്പോൾ ഒരു കറക്റ്റ് പരുവമാണ്. ഈ ഒരു തട്ക പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കാം. കൂടുതൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് വേണം കടുക് താളിക്കാൻ കേട്ടോ. ഉള്ളി മൂത്ത് വന്നാൽ 2 വറ്റൽമുളക് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രയും ചേർത്താൽ അത്രയും സ്വാദാണ് കേട്ടോ. ഇതിന് ചൂടോടുകൂടി കെസ്സിയുടെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്യാം. ബട്ടൂരയാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. പൂരി, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന കറിയാണിത്, ഈ കടല കെസ്സി.
അപ്പം കറുത്ത കടല തന്നെ തൊലി മാറ്റിയെടുത്ത ശേഷം ചെയ്യുമ്പോൾ നല്ല സ്വാദാണ്. തൊലിയൊക്കെ കളയാനുള്ള മെനക്കേടുണ്ടെങ്കിലും വർത്താണ് കേട്ടോ. തലേ ദിവസം തന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കടലയൊക്കെ ഒന്ന് മടിയിൽ വെച്ച് കുറേശ്ശെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും കയ്യിൽ കുറേശ്ശെ കൊടുത്താൽ മതി. അപ്പം പലത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം നടന്നു കിട്ടും. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ തലേ ദിവസം തന്നെ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കറി എടുത്ത് റെഡിയാക്കി എടുക്കാം. പക്ഷേ തൊലി കളഞ്ഞ് ഈ കറുത്ത കടല കൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് ഈ കെസ്സിക്ക് നല്ല ഒരു സ്വാദ് വരുന്നത്. വെള്ളക്കടല ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ഇതിൽ നമ്മൾ ഗരം മസാലയാട്ടെ വെളുത്തുള്ളി ആട്ടെ ഇതൊന്നും ചേർക്കുന്നില്ല. പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെയും കേർട്ടസി കലച്ചേച്ചിയാണ് കേട്ടോ. ഞാൻ വടക്കിച്ചെടി റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നു കലച്ചേച്ചിയുടെ കാര്യം. ചേച്ചിയാണ് ഈ ഒരു റെസിപ്പി ഞാനുമായിട്ട് ഷെയർ ചെയ്തത്. ചേച്ചിയുടെ അമ്മ ചേച്ചിക്ക് ഷെയർ ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം വെള്ളക്കടലയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ടേസ്റ്റ് വെള്ളക്കടലയ്ക്ക് കിട്ടത്തില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളും ഒന്നറിയണം. ബട്ടൂരയുടെ റെസിപ്പി ഉടനെ തന്നെ എത്തും കേട്ടോ. രണ്ടും കൂടി ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പം എൻ്റെ മനസ്സും നിറയും കേട്ടോ. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.